ഹലോ എവരിവൺ, ഐ എം കരുണാകരൻ. 2025-26 അധ്യയന വർഷം എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് സീറ്റ് അവർ ബുക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. സീറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുൻപ് എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കേരളത്തിൽ 9 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് പ്യൂർലി ഓൺ മെറിറ്റ് ആണ്. അതായത് കീം CE എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടല്ലോ, അതിന്റെ ആ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. NRI സീറ്റോ മാനേജ്മെന്റ് സീറ്റോ ഒന്നും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലില്ല. അതിനെപ്പറ്റി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഇപ്പോൾ മാനേജ്മെന്റ് സീറ്റ് ബുക്കിംഗ് തുടങ്ങിയിരിക്കുന്നു. സീറ്റുകൾ അവൈലബിൾ ആണ്. സീറ്റിനെ പറ്റി ഒന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കോളൂ. 2 ടൈപ്പ് സീറ്റുകളാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുക. ഒന്ന് NRI സീറ്റ്, മറ്റൊന്ന് മാനേജ്മെന്റ് സീറ്റ്. കേരളത്തിന് ആകെ 3 ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളാണുള്ളത്. ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ അധ്യാപകരുടെ ശമ്പളം കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് കോളേജുകൾ പോലെ തന്നെയായിരിക്കും. അങ്ങനെയുള്ള 3 കോളേജുകളാണുള്ളത്. അതിൽ ടോപ്പ് നമ്പർ 1 TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലമാണ്. 2ാം സ്ഥാനത്തുള്ളത് MA കോളേജാണ് കോതമംഗലം. 3ാം സ്ഥാനത്ത് NSS കോളേജ് പാലക്കാട്, എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട്. സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി അവരുമായി ബന്ധപ്പെട്ടോളൂ. ഫോണിൽ ബന്ധപ്പെട്ടാൽ ഒരു വ്യക്തമായ യാതൊരു വിവരവും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം വലിയ എമൗണ്ടാണ് അവർ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ട് പോയാൽ മാത്രമേ അവർ തുറന്ന് പറയുള്ളൂ. ബെറ്റർ യു ഗോ ആൻഡ് അപ്രോച്ച് ദം. ആ സീറ്റുകൾക്ക്, എയ്ഡഡ് കോളേജിൻ്റെ സീറ്റുകൾക്ക് വേണ്ടിയിട്ട് ടോപ്പ് കോളേജാണ്, ധൈര്യമായി ചേരാം. അപ്പം NRI സീറ്റിനെ പറ്റി മനസ്സിലാക്കിക്കോളൂ. കീം എൻട്രൻസ് ക്വാളിഫൈ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് NRI സീറ്റുകൾക്ക് പോയിട്ട് ജോയിൻ ചെയ്യാം. അത് കീം എഴുതി നല്ല റാങ്ക് കിട്ടിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ NRI സീറ്റിന് കൊടുത്ത വലിയ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു തരുകയും ചെയ്യും അവർ. കാരണം NRI സീറ്റിൽ ചേരുമ്പോൾ തന്നെ മാനേജ്മെന്റിനോട് പറയണം, മെറിറ്റ് സീറ്റിൽ എനിക്ക് ഇതേ കോളേജിൽ കിട്ടുകയാണെങ്കിൽ ഈ സീറ്റ് എമൗണ്ട് എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞാൽ അവരെ സമ്മതിക്കും. കാരണം അവർക്ക് അതിലും വലിയ എമൗണ്ടിൽ ആ സമയത്ത് വേറെ കുട്ടികളെ ചേർക്കാൻ കഴിയും. അപ്പം ഡൊണേഷൻ കൊടുത്തത് കൊണ്ട് എമൗണ്ട് അവർ തിരിച്ചു തരും. NRI സീറ്റ് കിട്ടാൻ വിദേശത്തുള്ള ബന്ധുക്കളുടെ സ്പോൺസർഷിപ്പ് വേണമെന്നാണ് പറയുന്നത്. അത് എൻ്റെ റിലേറ്റീവ്സ് മതി, വലിയ കാര്യമൊന്നുമില്ല. അവരെന്താ ചെയ്യണമെന്ന് കോളേജ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും. രണ്ടാമതൊരു സീറ്റുള്ളത് NRI സീറ്റിന് പുറമേ ഉള്ളത് മാനേജ്മെന്റ് സീറ്റാണ്. കേരളത്തിൽ 135ഓളം സ്വകാര്യ മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയാം. കീം എൻട്രൻസ് റാങ്ക് അനുസരിച്ചാണ് അവർ വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. ബാക്കി സീറ്റുകളിൽ അവർക്ക് 50% സീറ്റ് മെറിറ്റിൽ നിന്ന് എടുത്തതിന് ശേഷം, ഗവൺമെന്റ് അയക്കുന്ന കുട്ടികളെ എടുത്തതിന് ശേഷം 50% സീറ്റ് അവർക്ക് തന്നെ കുട്ടികളെ എടുക്കാം. ഇഷ്ടമുള്ളവരെ എടുക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ. അതുകൊണ്ട് ഇപ്പം തന്നെ മാനേജ്മെന്റ് സീറ്റിന് ഇപ്പം തന്നെ ബുക്ക് ചെയ്യാം, ബുക്ക് ഉറപ്പിക്കാം. പക്ഷേ ഒരു കാര്യം ചെയ്യണം, മാനേജ്മെന്റ് സീറ്റിനാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നത്. കീമിന് അടുത്ത മാസം ഫെബ്രുവരിയിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ അപ്ലൈ ചെയ്യണം. ഏപ്രിലിൽ പരീക്ഷ എഴുതണം. അതിൽ നിങ്ങൾ മിനിമം മാർക്ക് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ സീറ്റ് തരാൻ പറ്റുള്ളൂ. ആരെങ്കിലും നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അവർക്ക് തരാൻ കഴിയില്ല. അപ്പോൾ കീം എക്സാം എഴുതണം, ക്വാളിഫൈ ചെയ്യണം, റാങ്ക് ലിസ്റ്റിൽ പേര് വരണം. അപ്പോൾ നിങ്ങൾക്ക് ആ കോളേജിൽ തന്നെ പോയി ചേരാൻ പറ്റും. പിന്നെ ഈ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിനും ഗവൺമെന്റ് കോളേജിനും പുറമേയുള്ള മൂന്നാമതൊരു ടൈപ്പ് കൂടിയുണ്ട്. ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ് എന്നാ പറയാം. അതായത് IHRD, KEIP, LBS, ഈ ഇത്തരം പിന്നെ KSRTCന്റെ ഒരു കോളേജ് എല്ലാം കൂടി 21 എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. അതിലും 50% വിദ്യാർത്ഥികളെ എടുക്കുന്നത് അതിന്റെ ഗവൺമെന്റ് പ്രിപ്പയർ ചെയ്ത റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് നിങ്ങളെ അലോട്ട് ചെയ്യുന്നത്. ബാക്കി വരുന്ന മാനേജ്മെന്റ് സീറ്റ് അവർക്കും, ബാക്കി 50% ശേഷം വരുന്ന കോളേജുകൾക്ക് അവർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ എക്സാമിനേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് കോളേജുകളുടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഗവൺമെന്റ് കോട്ടയ്ക്ക് ശേഷം മാനേജ്മെന്റ് കോട്ട, മെറിറ്റ് കോട്ടയ്ക്ക് ശേഷം മാനേജ്മെന്റ് കോട്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ കോളേജ് IHRDയിലെ കോളേജുകളിൽ മാനേജ്മെന്റ് കോട്ടയ്ക്ക് വേറെ തന്നെ താഴെയായിട്ട് അതിൻ്റെ റിക്വസ്റ്റ് കൊടുക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് ആ കോളേജിലേക്ക് അലോട്ട് ചെയ്യും. മെറിറ്റ് സീറ്റിന് ശേഷം നിങ്ങൾ മാനേജ്മെന്റ് സീറ്റ് കൊടുത്ത് അതിലേക്ക് അലോട്ട് ചെയ്യും. ആദ്യം മെറിറ്റ് സീറ്റ് നോക്കും. ഇതിന് മാനേജ്മെന്റ് സീറ്റിന് കൊടുക്കുന്ന പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ 50% ഫീസ്
മെറിറ്റ് സീറ്റിൽ കിട്ടുന്നതിനേക്കാളും ഡബിൾ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതായത് നിങ്ങൾ റാങ്കിൽ നല്ല റാങ്ക് കിട്ടിയിട്ട് കോസ്റ്റ് ഷെയറിംഗ് കോളേജിൽ ചേരുന്നതിന് 40,000 രൂപയാണ് ഇയർലി ഫീസെങ്കിൽ, മാനേജ്മെൻറ്റ് സീറ്റിലാണ് നിങ്ങൾ സെലക്ഷൻ കിട്ടുന്നതെങ്കിൽ ഒരു കൊല്ലത്തേക്ക് 80,000 റുപ്പീസ് മുതൽ 1 lakh വരെ ഒരു കൊല്ലത്തേക്ക് ഇയർലി ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പം താല്പര്യമുള്ളവർക്ക് റാങ്ക് പ്രകാരം കീം ലിസ്റ്റിൽ നിന്ന് മാനേജ്മെൻറ്റ് കോട്ടയിൽ താഴെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്യും. IHRD, കേപ്പ്, LBS, KSRTC കോളേജുകളിൽ NRI സീറ്റ് മാത്രമാണ് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷന് മുമ്പേ ബന്ധപ്പെടാൻ പറ്റുക. ആ കോളേജിൽ ആ കോട്ടയിൽ മാത്രമേ നിങ്ങൾക്ക് കോളേജുകളിൽ അത്തരം കോളേജുകളിൽ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിൽ നിങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ.